അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വന്നാൽ ആന്റോ അഗസ്റ്റിൻ, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായിട്ട് കരാർ ഒപ്പുവെച്ചിട്ടുണ്ടോ? ഉണ്ട്. കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. കരാർ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങേക്ക് അത് കാണിക്കാം. ഡിസ്പ്ലേ ആര് വന്നാലും അത് പരിശോധനയ്ക്ക് ഇവിടെ ലഭ്യമാണ്. നമ്പർ 1. നമ്പർ 2, ഇതാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും നമ്മുടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. യെസ്. നമ്പർ 2 എഗ്രിമെന്റ് ആണ്. 2, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കളിക്കാൻ വരാം. വായിച്ചേക്കാം സാർ. ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ദ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കോൺട്രാക്ട്. യെസ്. അപ്പോൾ കോൺട്രാക്ട് ഉണ്ട്. അപ്പോൾ കോൺട്രാക്ട് ഇല്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളം. രണ്ടാമത്തത്, അർജന്റീന കളിക്കാൻ വരുന്ന കാര്യം സർക്കാരിനെ രേഖാമൂലം AFA അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് അറിയിച്ചു. മുഖ്യമന്ത്രി അറിയിച്ചു. ഇതാണ് to the Sri Pinarayi Vijayan, Honorable Chief Minister, Governor of Kerala, Thiruvananthapuram, the official confirmation of Argentina national football team match in Kerala. Right. The date നോക്കിയോളൂ. 17 നവംബർ 2025 ജവഹർലാൽ സ്റ്റേഡിയം കൊച്ചി. അപ്പോൾ AFA സർക്കാരിനെ അറിയിച്ചിരുന്നില്ല. ഇതൊക്കെ ഒപ്പിട്ടിരിക്കുന്നത് ക്ലൗഡിയോ ടാപ്പിയോ, പ്രസിഡന്റ് ഫുട്ബോൾ അസോസിയേഷൻ. AFAയുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചിരിക്കുന്ന ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുണ്ട്, നമുക്കും അതിന്റെ കോപ്പിയുണ്ട്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 2. നമ്പർ 3, ഈ സാമ്പത്തിക ഇടപാടിനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. 15 മില്യൺ. റൈറ്റ്. 4, അങ്ങ് പണം അയച്ച ഈ കളക്ഷൻ ഏജന്റ് കമ്പനിയെ കുറിച്ച് അങ്ങ് നേരത്തെ ഒരു അന്വേഷണം നടത്തിയിരുന്നോ? ആ കമ്പനിയെ കുറിച്ച് പോസിറ്റീവായ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ടോർപെഡോ LLC DNB റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കേസ് നേരിടുന്ന കമ്പനിയാണെന്നുണ്ടോ? ഇത് സാർ, ഇത് കമ്പനിയാണെന്നോ അല്ല. ഈ കമ്പനിയിൽ പണം കൊടുത്തതിന് ശേഷം അവർക്ക് കിട്ടിയ അർജന്റീന കൺഫേം ചെയ്തു. റൈറ്റ്. 5, നമ്മൾ പണം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തത് ഈ ടോർപിഡോ എന്ന് പറയുന്ന കമ്പനി വഴിയാണ്. ഈ കമ്പനി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പണം കൊടുത്തതായിട്ട്, അഥവാ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പണം കൈപ്പറ്റിയതായ രേഖകളുണ്ടോ? ഉണ്ട്. കൺഫർമേഷൻ തന്നു. താങ്ക് യു പറഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ ലെറ്ററും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പോയിന്റ് നമ്പർ 6. പോയിന്റ് നമ്പർ 7, ഈ കൺഫർമേഷൻ ലെറ്റർ കിട്ടിയതിനു ശേഷം നമ്മളോട് കളിക്കാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിരുന്നോ? മെയിൽ. ആ മെയിൽ കൂടാതെ AFAയുടെ ട്വീറ്റിൽ വളരെ കൃത്യമായി ലോകം മുഴുവൻ അറിയത്തക്ക രീതിയിൽ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കളിക്കാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്കോളയ്ക്കുമൊപ്പം കേരളത്തിൽ കളിക്കാൻ വരാം എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് RBIയുടെ അനുമതി ഉണ്ടായിരുന്നോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി. ഈ 126 മില്യൺ കൈമാറുന്നതിന് 126 മില്യൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി കിട്ടിയതിന് ശേഷമാണ് പൈസ അയച്ചത്. ഓക്കെ. ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി. RBIയുടെ ഈ അനുമതി പ്രകാരം അങ്ങ് ഏതെങ്കിലും തട്ടിക്കൂട്ട് ബാങ്കുകളിലൂടെയാണോ ഈ പൈസ, അതായത് ഹവാല ട്രാൻസാക്ഷനുകൾ വഴിയാണോ അങ്ങ് ഈ പണം കൊടുത്തത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ലെറ്ററാണ്. പൈസ ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം അവർ തന്ന ലെറ്ററാണ്. റൈറ്റ്. അപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൂടെ RBIയുടെ അനുമതി കിട്ടി. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. പണം അവിടെ കൈപ്പറ്റി, പണം കിട്ടിയിട്ടുണ്ട്. സോ ഈ ട്രാൻസാക്ഷൻ പ്യുവർലി ലീഗലാണ്. മാത്രമല്ല ഇത് കൊടുക്കൂ ക്യാസില്, അത് കേസ് നടക്കുന്ന ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ പണം തിരിച്ചു കിട്ടാൻ വേണ്ടി ക്യാസിൽ കൊടുത്ത പെറ്റീഷനാണ്. ഇതാണ്. ഇത് ഓൾറെഡി ഡേറ്റ് അടക്കം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേറ്റ് ഏതാണ്, സെക്കൻഡ് ഡേറ്റ് ഏതാണ്, തേർഡ് ഡേറ്റ് ഏതാണ്, ഫൈനൽ ഹിയറിംഗ് ഡേറ്റ് അടക്കം പറഞ്ഞിട്ടുണ്ട്. ഈ ഡേറ്റിൽ കേസ് തീരും. ഈ പെറ്റീഷന് ശേഷമാണോ ഈ കളിക്കാൻ വരാം എന്നുള്ള ഉറപ്പ്? അല്ലല്ല, ഇത് പെറ്റീഷന് മുൻപാണ്. ഞാൻ അത് സമ്മതിക്കാതെയാണ് കോടതി പോയത്. കാരണം ഇനി നമുക്ക് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് പോയതാണ്. Meet the editors.